വീട്ടുകാർ ഇസ്ലാം മതം വിശ്വസിച്ചതറിഞ്ഞില്ലേ ഉമറെ? എന്റെ വീട്ടുകാരോ? എന്താണ് താങ്കൾ പറയുന്നത്? താങ്കളുടെ സഹോദരി ഫാത്തിമ ഇസ്ലാം മതം വിശ്വസിച്ചു കഴിഞ്ഞു. ഫാത്തിമയുടെ ഭർത്താവ് സഈദ് ഇസ്ലാം മതം സ്വീകരിച്ചു. അവരെ ആദ്യം നേരെയാക്കിക്കോളൂ, എന്നിട്ടാവാം മറ്റുള്ളവരുടെ കാര്യം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലെ രോഷം വഴിതിരിഞ്ഞൊഴുകാൻ തുടങ്ങി. എന്റെ സഹോദരിയും ഭർത്താവും ഇസ്ലാം സ്വീകരിക്കുകയോ? വലിയ നാണക്കേടായി പോയി. മറ്റുള്ളവരുടെ മുഖത്തെങ്ങനെ ഞാൻ നോക്കും? രോഷം പതഞ്ഞുയരുന്ന മനസ്സുമായി ഉമർ റളിയല്ലാഹു അൻഹു ഓടുകയാണ് സഹോദരിയുടെ വീട്ടിലേക്ക്. വീട്ടിലെത്തി വാതിലടച്ചിരിക്കുന്ന കതകിൽ ശക്തിയായി മുട്ടുകയാണ്. വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. വീടിനകത്ത് വിശുദ്ധ ഖുർആനിലെ ഒരധ്യായം ഓതി പഠിക്കുകയാണ്. ത്വാഹ എന്ന സൂറത്ത് ഓതുകയാണ്. ഓതി കൊടുക്കുന്നത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. കേട്ട് ഓതി പഠിക്കുന്നത് പ്രിയ സഹോദരി ഫാത്തിമയും ഫാത്തിമയുടെ ഭർത്താവ് സഈദും റളിയല്ലാഹു അൻഹും. മൂന്നുപേരും ഉമറിന്റെ ശബ്ദം കേട്ടു. തങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ച കാര്യം ഉമർ അറിഞ്ഞിരിക്കുന്നു എന്നുറപ്പായി. ക്ഷോഭിച്ചു വരികയാണ്. എന്തും സംഭവിക്കും, ഏത് സാഹചര്യവും നേരിടാൻ മനസ്സ് പാകപ്പെടുത്തി. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നും മാറി നിന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ മെല്ലെ വാതിൽ തുറന്നു. തീപാറുന്ന കണ്ണുകളുമായി ഉമർ റളിയല്ലാഹു അൻഹു മുമ്പിൽ നിൽക്കുന്നു. ഞാൻ എന്താണ് ഇവിടെ നിന്ന് കേട്ടത്? ഞങ്ങൾ സംസാരിച്ചതായിരിക്കും സഹോദര. അല്ല, മറ്റെന്തോ കേട്ടു. നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടോ? ഇസ്ലാം മതം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഫാത്തിമയുടെ ഭർത്താവ് സഈദ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. ഉമറിന്റെ നിയന്ത്രണം വിടുകയാണ്. വലതുകൈ ഉയർന്ന് സഈദിന്റെ ശരീരത്തിൽ കൈവീണു. എന്തൊരു വേദന! സഈദിനെ മറിച്ചിട്ടു നെഞ്ചിൽ കയറിയിരുന്ന് ആക്രമണം തുടരാനാണ് ഭാവം. കോപാഗ്നനായി ഉമർ മാറിയിരിക്കുന്നു. പെട്ടെന്ന് ഫാത്തിമ ഇടക്കുകയറി നിന്ന് ഉമറിനെ പിടിച്ചു മാറ്റാൻ നോക്കി. ഇത് കോപം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ ആക്രമണം ഫാത്തിമയുടെ നേരെയായി. അടിയും തൊഴിയും തുടർന്ന് ഫാത്തിമയുടെ ശരീരം എവിടെയോ തട്ടി. തലയിലും മുഖത്തും മുറിവുണ്ടായി. രക്തമൊഴുകുന്നത് കണ്ടപ്പോൾ രോഷം അടങ്ങി. ഒരു പെൺപുലിയുടെ ശൗര്യത്തോടെ ഫാത്തിമ സംസാരിക്കുകയാണ്. ഞങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചു, അവന്റെ റസൂലിലും വിശ്വസിച്ചു, അള്ളാഹുവിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലും വിശ്വസിച്ചു. നിനക്കിഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക, ഞങ്ങളെ കൊന്നുകളഞ്ഞാലും വിശ്വാസം ഞങ്ങൾ കൈവിടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. കൈ തളർന്നു. ചെയ്തതെല്ലാം തെറ്റായിപ്പോയെന്ന തോന്നൽ. മനസ്സിൽ കരുണയുടെ ഉറവ ഒഴുകാൻ തുടങ്ങി. കോപം അകന്നുപോയി ശിരസ് കുനിഞ്ഞു. ഇവർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് തനിക്കും കേൾക്കണം. കേൾപ്പിച്ചു തരുമോ? നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏട് എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാനൊന്ന് കാണട്ടെ. ഫാത്തിമ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് ഇപ്രകാരമായിരുന്നു. എന്തിനാണ് ഏട് ആവശ്യപ്പെടുന്നത്? കീറിക്കളയാനാണോ? വീണ്ടും ചോദിക്കുകയാണെങ്കിൽ കുളിച്ച് ശുദ്ധിയായി വരാൻ പറയാം. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു. വളരെ ഭവ്യതയോടെയാണ് ചോദ്യം. കുളിച്ച് ശുദ്ധിയായി വരാൻ ആവശ്യപ്പെട്ടു. മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെടുകയാണ്. തണുത്ത വെള്ളം തലയിൽ വീണപ്പോൾ കോപത്തിന്റെയും രോഷത്തിന്റെയും അംശങ്ങളെല്ലാം ഒഴുകിപ്പോയി. കുളിച്ചു വന്നത് മറ്റൊരു ഉമറായിരുന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു രംഗത്ത് വന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഏട് നൽകി. ഉമറിന്റെ കണ്ണുകൾ അക്ഷരങ്ങളിൽ പതിഞ്ഞു. വിറയാർന്ന സ്വരത്തിൽ പാരായണം ചെയ്തു. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. എത്ര നല്ല വചനങ്ങൾ, എത്ര മഹത്തായ വചനങ്ങൾ! ഉമർ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്ത വചനങ്ങളുടെ ആശയം ഇങ്ങനെയായിരുന്നു. ത്വാഹ, താങ്കൾക്ക് നാം ഖുർആൻ ഇറക്കിയത് താങ്കൾ ബുദ്ധിമുട്ടാൻ വേണ്ടിയല്ല, ഭയപ്പെടുന്നവർക്ക് ഉത്ബോധകമായിട്ടാണ്. ഉന്നതാകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ഒരുവനിൽ നിന്നും ഇറക്കപ്പെട്ട വെളിപാട്. പരമകാരുണ്യകൻ അർശിന്മേൽ സുസ്ഥിതനാണ്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവ രണ്ടിനും ഇടയിലുള്ളതും മണ്ണിനടിയിലുമുള്ളതെല്ലാം അവന്റേതാകുന്നു. നീ വചനത്തെ ഉറക്കെ ഉച്ചരിക്കുന്നുവെങ്കിലും തീർച്ചയായും അവൻ രഹസ്യത്തെയും ഏറ്റവും നിഗൂഢമായതിനെയും അറിയുന്നുണ്ട്. അള്ളാഹു അവനല്ലാതെ ഒരു ഇലാഹില്ല. ഏറ്റവും ഉത്തമമായ നാമങ്ങൾ അവനുള്ളതാകുന്നു. ഓരോ വചനം വായിക്കുമ്പോഴും ഉമറിന്റെ മനസ്സ് ഇളകിമറിയാൻ തുടങ്ങി. എത്രയോ മനോഹരമാണിത്! ഇത് മനുഷ്യ നിർമ്മിതിയല്ല, അള്ളാഹുവിന്റെ വചനങ്ങളാണിത്. സത്യം, യാതൊരു സംശയവുമില്ല. തുടർന്ന് പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടിയുടെ കാര്യമാണ്. ത്വാഹ സൂറത്തിൽ വഹൽ അതറാക ഹദീസു മൂസ. മൂസായുടെ ചരിത്രം നിനക്ക് വന്നെത്തിയോ? മൂസാ നബി അലൈഹിസ്സലാമിന് നൽകിയ സന്ദേശം വായിച്ചു. അള്ളാഹുവിന്റെ ചോദ്യവും കണ്ടു. വമാ തിൽക ബിയമീനിക യാ മൂസ. അല്ലയോ മൂസ, താങ്കളുടെ വലതുകൈയിൽ എന്താണ്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി തൗഹീദ് പ്രചരിപ്പിക്കാൻ സഹായം നൽകിയ വടിയാണത്. തന്റെ കയ്യിലുള്ളതെന്താണ്? വാളാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്. ഇത് തൗഹീദ് പ്രചരിപ്പിക്കാനുള്ള വാളാണ്.
മൂസാ നബി അലൈഹിസ്സലാമിന് വടിയും ഉമർ റളിയല്ലാഹു അൻഹുവിന് വാളും. മനസ്സിൽ ഈമാൻ പ്രകാശിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സഹോദരിയോട് ചോദിക്കുകയാണ്, എവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാൻ സത്യസാക്ഷ്യം വഹിച്ചു കൊള്ളട്ടെ. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു സന്തോഷ വാർത്ത അറിയിച്ചു, അല്ലയോ ഉമർ, താങ്കൾ സന്തോഷിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത് ഫലിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന ഇതായിരുന്നു, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബി അബിൽ ഹക്കം ഇബ്നു ഹിശാം ഔ ബി ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹുവേ, അബുൽ ഹക്കം ഇബ്നു ഹിശാം മുഖേനയോ അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് മുഖേനയോ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തി തരണമേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് അല്ലാഹു തആല സ്വീകരിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ധീരകേസരി ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. സഫാ മലയുടെ സമീപം ഒരു വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്പോഴുള്ളത്, അർഖമിന്റെ വീട്ടിൽ. ഹംസ റളിയല്ലാഹു അൻഹുവും മറ്റു മുസ്ലിങ്ങളുമെല്ലാം ഇവിടെയാണുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു ദാറുൽ അർഖമിലേക്ക് ഓടി. അപ്പോഴും അദ്ദേഹത്തിന്റെ കൈവശം വാളുണ്ടായിരുന്നു. സഫാമലയുടെ സമീപത്തു കൂടെയാണ് പോയത്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സമുന്നത സ്വഹാബികളുടെയും പാദങ്ങൾ പതിഞ്ഞ മണ്ണിലൂടെയാണ് ഓടിയത്. വാളുമായി വരുന്ന ഉമറിനെ കണ്ടാൽ ആരും ഭയന്നു പോകും. ദാറുൽ അർഖം കൺമുമ്പിൽ തെളിയുന്നു. വികാരധീരനായി പോയി. ഉമർ റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. ദാറുൽ അർഖം കണ്ടതോടെ ആവേശഭരിതനായി മാറി. മുൻവാതിൽ അടഞ്ഞുകിടക്കുന്നു. അകത്ത് ആരോ സംസാരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുയായികളെ ദീൻ പഠിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു മെല്ലെ വാതിലിൽ മുട്ടി. അകത്ത് നിന്നൊരാൾ എത്തി നോക്കി പേടിച്ചുപോയി. ഉമർ, അല്ലാഹുവിന്റെ റസൂലേ, ഉമർ ദാ എത്തിയിരിക്കുന്നു, കടത്തിവിടൂ, എന്തിനാ വന്നതെന്ന് നോക്കാം. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ധീരമായ വാക്കുകൾ പുറത്തു വന്നു. അല്ലയോ ഉമർ, നല്ല നിലയിലാണ് വന്നതെങ്കിൽ കൊള്ളാം. ദുഷ്ടവിചാരവുമായിട്ടാണ് വന്നതെങ്കിൽ അവന്റെ വാളുകൊണ്ട് തന്നെ അവന്റെ കഥ കഴിക്കാം. നീ എന്തിനിവിടെ വന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. സത്യസാക്ഷ്യം വഹിക്കാൻ ധീരകേസരി സത്യസാക്ഷ്യവചനം ഒഴിഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തക്ബീർ ചൊല്ലി, അല്ലാഹു അക്ബർ. മറ്റുള്ളവരും തക്ബീർ ചൊല്ലി. ആഹ്ലാദം അലയടിച്ചുയർന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മരണത്തിലും ജീവിതത്തിലും നാം സത്യത്തിലല്ലേ? അതെ ഉമർ, നാം സത്യത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലേ, പിന്നെന്തിനാണ് നാം ഇവിടെ ഒളിച്ചിരിക്കുന്നത്? അങ്ങ് പുറത്തേക്ക് ഇറങ്ങിയാലും ഞാൻ കൂടെ ഇറങ്ങാം. സത്യമതം നമുക്ക് വിളംബരം ചെയ്യാം. ആ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചു. എല്ലാവരും പുറത്തിറങ്ങി 2 വരിയായി നിന്നു. ഒരു വരിയുടെ മുമ്പിൽ ഹംസ റളിയല്ലാഹു അൻഹു, മറ്റൊരു വരിയുടെ മുമ്പിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.